അപ്പോൾ നമുക്കിന്നൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? അപ്പോൾ ഓണമൊക്കെ ആയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ് ഓണത്തലേന്ന്. പക്ഷേ വേറെ കുറേ തിരക്കുകളായതുകൊണ്ട് അന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഓണം കഴിഞ്ഞിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതിലേക്ക് ഞാൻ സാധാ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കഴുകി ഉണക്കി പൊടിപ്പിച്ച് വെച്ച പൊടിയാണ്. അതിലേക്ക് ഒരു നുള്ളുപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ടിട്ട് പിന്നെ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. അതിവിടെ ഉള്ളതുകൊണ്ട് അതെടുത്തത്, അല്ലെങ്കിൽ മൈസൂർ പഴം എടുത്താലും മതി. അത് നന്നായി അരച്ചിട്ട് പഴം നന്നായി അരച്ചിട്ട് അതിൽ ചേർക്കുക. എന്നിട്ട് ശർക്കര ഉരുക്കിയിട്ട് ആ ചൂടോട് കൂടിയിട്ട് ആ വെള്ളം അതിലേക്ക് ഒഴിക്കുക. അത് തികഞ്ഞില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൂട്ടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചിട്ട് മാറ്റി വയ്ക്കുക. വേണമെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയം വെച്ചതിന് ശേഷം ഉണ്ടാക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു നാളികേരമൊക്കെ പൊളിച്ചിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം. നീളത്തിലെടുത്തതിന് ശേഷം പിന്നെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് അത് നമ്മൾക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ട് ആ നാളികേര കഷ്ണങ്ങൾ വറുത്തെടുക്കണം. അത് വറുത്തതിന് ശേഷം ആ നെയ്യോട് കൂടിയിട്ട് വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ നെയ്യ് മാറ്റി വെച്ചിട്ട് അത് മാത്രം ഇടാം കേട്ടോ. കുറേ നെയ്യുള്ള കാരണം ഞാൻ നെയ്യ് അധികം ഒഴിച്ചിട്ടില്ല, നാളികേര കഷ്ണം മാത്രമേ ഇട്ടുള്ളൂ. എന്നിട്ട് ഉണ്ണിയപ്പച്ചട്ടി വയ്ക്കുക. ചട്ടി ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. അത് ഈ പഴം കൂടുതൽ ചേർത്തുകൊണ്ടാണ്, 4 പഴമാണ് ഞാൻ ചേർത്തത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമായിരുന്നു. ബേക്കിംഗ് സോഡ ചേർത്താൽ മാത്രം അത്ര സോഫ്റ്റ് ആവില്ല, അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഈ പഴം ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണേ.